2026 ഏപ്രിൽ 20 എന്ന ഈ തീയതി ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ഇന്ത്യയിൽ വന്നത് വെറും ഒരു സന്ദർശനത്തിനല്ല, മറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള വലിയൊരു പ്ലാനുമായിട്ടാണ്. ഹൈദരാബാദ് ഹൌസിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ലീയും നടത്തിയ ചർച്ചകൾക്ക് ശേഷം പുറത്തുവന്ന തീരുമാനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഫ്രം ചിപ്സ് ടു ഷിപ്സ്, ഇതാണ് ഇരുവരും മുന്നോട്ട് വെച്ച പുതിയ മുദ്രാവാക്യം. എന്തുകൊണ്ടാണ് ഈ സന്ദർശനം ഇത്രയും സ്പെഷ്യൽ ആകുന്നത്? കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരു കൊറിയൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കൊറിയയുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വന്നതിന് ശേഷമുള്ള ഈ ഒരു സന്ദർശനത്തെ സ്ട്രാറ്റജിക് റീസെറ്റ് എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. മോദിജി പറഞ്ഞതുപോലെ ജനാധിപത്യ മൂല്യങ്ങളും വിപണി സമ്പദ് വ്യവസ്ഥയും നിയമവാഴ്ചയും എല്ലാം ഇരു രാജ്യങ്ങളുടെയും DNA ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം വെറും ഒരു കച്ചവടമല്ല, മറിച്ചൊരു സുസ്ഥിരമായ വിശ്വാസമാണ്. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ പ്രവർത്തിക്കാൻ വേണ്ട സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ ലോകത്തെ രാജാക്കന്മാരാണ് ദക്ഷിണ കൊറിയ. എന്നാൽ ചൈനയുമായുള്ള സംഘർഷം കാരണം അവർക്കൊരു സുരക്ഷിതമായ സപ്ലൈ ചെയിൻ ആവശ്യമാണ്. ഇവിടെയാണ് ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള ഡിജിറ്റൽ ബ്രിഡ്ജ് എന്ന ആശയം പ്രസക്തമാകുന്നത്. സാംസങ്, SK ഹൈനിക്സ് തുടങ്ങിയ വമ്പന്മാർ ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താൻ ഈ സന്ദർശനത്തോടെ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കരുത്തും കൊറിയയുടെ ഹാർഡ്വെയർ മികവും ഒന്നിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ഡിജിറ്റൽ വിപ്ലവമാണ്. ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാതാക്കളാണ് കൊറിയ. കൊച്ചിൻ ഷിപ്പ്യാർഡും മറ്റ് ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് LNG ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള വമ്പൻ കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇന്നുണ്ടാക്കിയ കരാർ വലിയൊരു നാഴികക്കല്ലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ കൊറിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കപ്പലുകൾ നിർമ്മിക്കുന്നതോടെ ഇന്ത്യ ആഗോള മാരിടൈം ഭൂപടത്തിൽ ഒരു വമ്പൻ ശക്തിയായി മാറും. ഇതിനായിട്ട് കപ്പൽ നിർമ്മാണ മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകാനുള്ള പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള വ്യാപാരം നിലവിൽ ഏകദേശം $27 ബില്യൺ ആണ്. എന്നാൽ ഇത് 2030 $50 ബില്യൺ ഉയർത്താനാണ് മോദിയും ലീയും തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള CEPA കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന വ്യാപാര കരാർ കൂടുതൽ ലളിതമാക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൊറിയൻ വിപണിയിൽ കൂടുതൽ സ്ഥലം നൽകാനും ധാരണയായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യ കൊറിയ ഫിനാൻഷ്യൽ ഫോറം കൂടി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളും ചൈനയുടെ ഭീഷണികളും ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യയും കൊറിയയും ഒന്നിച്ചു നിൽക്കും. പ്രതിരോധ ഉൽപ്പന്നങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, 6G ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാംസങ്ങിന്റെ നോയിഡയിലെ പ്ലാന്റ് പോലെ കൂടുതൽ വലിയ ഫാക്ടറികൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വരാൻ പോകുന്നു എന്നാണ് വിവരം. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് K-പോപ്പും BTSഉം ഒക്കെ വലിയ ആവേശമാണ്. ഇതിനെ വെറും ഒരു വിനോദമായിട്ടല്ല നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പീപ്പിൾ ടു പീപ്പിൾ കണക്ട് ആയിട്ടാണ്. ലീ ജെ മ്യൂങ്ങിന്റെ സന്ദർശന വേളയിൽ കൂടുതൽ വിദ്യാർത്ഥി വിനിമയ പദ്ധതികളും സാംസ്കാരിക കൈമാറ്റങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊറിയൻ ഭാഷാ പഠനത്തിനും ഇന്ത്യൻ യുവാക്കൾക്ക് കൊറിയൻ കമ്പനികളിൽ ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ വർദ്ധിക്കും. പ്രശസ്ത നയതന്ത്ര വിദഗ്ധനായ ജഗന്നാഥ പാണ്ഡവിത് നിരീക്ഷിക്കുന്നത് പോലെ മുൻപുണ്ടായിരുന്ന തണുപ്പൻ മട്ട് മാറി ഇന്ത്യയും കൊറിയയും ഇപ്പോൾ ഗൗരവകരമായ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. വിയറ്റ്നാമിൽ മാത്രം 10,000 കമ്പനികളുള്ള കൊറിയയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് 600ഓളം കമ്പനികൾ മാത്രമാണ്. ഇത് വലിയൊരു സാധ്യതയാണെന്ന് പ്രസിഡന്റ് ലീ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വമ്പൻ മാർക്കറ്റും കൊറിയയുടെ ടെക്നോളജിയും ചേരുന്ന ഈ സഖ്യം ഏഷ്യയിലെ പുതിയ ശക്തി കേന്ദ്രമായി മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിന്റെ ഈ സന്ദർശനം ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് പുതിയൊരു ഊർജ്ജം നൽകിയിരിക്കുകയാണ്. ചൈനയുടെ മേലുള്ള അമിതമായ ആശ്രയിക്കൽ കുറയ്ക്കാനും ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റാനും കൊറിയയുടെ സഹായം വളരെ നിർണായകമാണ്. 2026 ഈ സുപ്രധാന നീക്കങ്ങൾ വരും തലമുറയ്ക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.